ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പുരുഷന് നിങ്ങളോട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ തോന്നണം, അല്ലെങ്കിൽ കൂടുതൽ താല്പര്യമുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അഥവാ അവരുടെ ശരീരത്തിലെ ഒരു 4 ഭാഗങ്ങളിൽ നിങ്ങൾ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാകും. ഏതൊക്കെയാണ് എന്നുള്ളത് എക്സാമ്പിൾ സഹിതം നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യത്തേത്, നിങ്ങൾ അവരുടെ അടുത്തിരിക്കുന്ന സമയത്ത്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ ഫോറാം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് സ്പർശിക്കുക എന്നുള്ളതാണ്. ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തടവുക, കൈ ചേർത്ത് പിടിക്കുക. ഇങ്ങനെ ഈ ഫോറാം ഭാഗത്ത്, അതുപോലെ തന്നെ ഈ പുറം ഭാഗത്ത് ഒക്കെ കൂടുതലായിട്ടും തലോടുന്നതും ജസ്റ്റ് ടച്ച് ചെയ്യുന്നതും ചേർത്ത് പിടിക്കുന്നതും ഒക്കെ അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അവരോടൊരു പ്രണയമോ ഇഷ്ടമോ ഒക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന സമയത്ത് അവരുടെ കൈകൾ ചേർത്ത് വെക്കുന്നതും ഫോറാം ഭാഗത്ത് ടച്ച് ചെയ്യുന്നതൊക്കെ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ പുരുഷന്മാർക്ക് നിങ്ങളോട് ഇൻസ്റ്റൻ്റ് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത്, നമ്മുടെ നട്ടെല്ലിൻ്റെ എൻഡ് ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നിങ്ങളുടെ കൈകൊണ്ട് സ്പർശിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എപ്പോഴും പോസിബിളായിട്ട് വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്, നമ്മളൊരാളെ ഹഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കൈ ഇങ്ങനെ തോളിലൂടെ ഇടുകയാണെങ്കിൽ അടുത്ത കൈ നമുക്ക് ഇങ്ങനെ പുറകിലൂടെ കൈ കൊണ്ടുപോയിട്ട് ഇടുപ്പിൽ പിടിക്കാവുന്നതാണ്. അപ്പോൾ ആ ഇടുപ്പിൽ പിടിക്കുന്നത് ഏറ്റവും നട്ടലിൻ്റെ എൻഡ് ഭാഗത്ത് അങ്ങനെ താഴ്ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അവിടെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാർക്ക് ഭയങ്കരമായിട്ട് ഒരു ലവ് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഹഗ് ചെയ്യുന്ന സമയത്ത് ഒരു കൈ തോളിലൂടെയും ഒരു കൈ നമ്മൾ ഇങ്ങനെ ഇടുപ്പിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഫ്രണ്ട്സ് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ ഹഗ്ഗിങ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട ഒരു ശരീരത്തിലെ ഭാഗങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അതിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി എന്നോട് സംസാരിക്കുകയൊന്നും വേണ്ട, നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലോട്ട് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഏതാണെന്ന് നോക്കാം. അത് കഴുത്താണ്. ഈ കഴുത്തിൻ്റെ, ചെവിയുടെ തൊട്ടു താഴെയുള്ള കഴുത്തിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അവിടെ ഹാർഡായിട്ടല്ല, വളരെ സോഫ്റ്റായിട്ട് പതിയെ നമ്മുടെ കൈകൾ കൊണ്ട് തലോടുന്നത് തീർച്ചയായിട്ടും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ തോന്നിപ്പിക്കുന്ന ഒരു ഏരിയയാണ്. സോ അവിടെ നമുക്ക് തൊടാനുള്ള ഒരു അവസരം എപ്പോഴാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഹഗ്ഗിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കിസ്സിങ്ങിലോട്ട് പോകുന്ന സമയത്ത്, ഓൾമോസ്റ്റ് അധികവും നമ്മളൊരാളെ കിസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലിപ് ലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ കഴുത്തിലിങ്ങനെ ചേർത്ത് പിടിക്കുക, അല്ലേ? അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഈ ചെവിയുടെ തൊട്ട് താഴെയുള്ള ഈ സെൻസേഷണൽ ഏരിയാസിൽ കൈകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് വളരെ മൃദുവായിട്ട് സ്പർശിക്കുന്നത് തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് കൂടുതൽ ഇൻസ്റ്റൻ്റ് അട്രാക്ഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ആ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിലേഷൻഷിപ്പിലായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്നേഴ്സ് ആണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഹെയർ തന്നെയാണ്. അപ്പോൾ ഹെയറിൽ ടച്ച് ചെയ്യുക. അപ്പോൾ മടിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയറിൽ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഹെയറിൽ തടവി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ സ്നേഹം ഫീൽ ചെയ്യാനും നിങ്ങളോട് ഭയങ്കര ഒരു കെമിസ്ട്രിയും ഇൻറ്റിമസിയും ഒക്കെ തോന്നാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് അട്രാക്ഷൻ ഉണ്ടാക്കാനുള്ള പുരുഷൻ്റെ ശരീരത്തിലെ 4 ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഒന്ന് നമ്മുടെ ഫോറാം, രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ പുറകുവശം നട്ടെല്ലിൻ്റെ എൻഡ് ഭാഗത്ത് സ്പർശിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറഞ്ഞത് നമ്മുടെ ചെവിയുടെ തൊട്ട് താഴെയുള്ള ഈ കഴുത്തിലെ 2 സൈഡിലെയും ഭാഗങ്ങൾ, പിന്നെ നാലാമതായിട്ട് പറഞ്ഞത് ഹെയർ ആണ്. ഹെയറിൽ തൊടുക അല്ലെങ്കിൽ തടവുക അല്ലെങ്കിൽ മസാജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്.
സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. താങ്ക് യു. നമസ്തേ.